കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയത്. വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ മാനസാന്തരത്തിന് അവസരം നൽകണമെന്നതാണ് പ്രതിഭാഗം പറയുന്നത്. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഏതായാലും നാളെ അറിയാൻ സാധിക്കും എന്താണ് ചെന്താമരയ്ക്ക് കോടതി ശിക്ഷ വിധിക്കുക എന്നത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നതാണ്. അതുതന്നെയാണ് സുധാകരനെയും മക്കളും ഇത്തരത്തിൽ ഈ ഒരു പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സമയത്തും സുധാകരനെയും മക്കളും പറയുകയുണ്ടായിരുന്നത്. എന്നാൽ പ്രതിക്ക് മാനസാന്തരത്തിന് അവസരം നൽകണം എന്നതാണ് പ്രതിഭാഗം പറയുന്നത്. എന്തൊക്കെയാണ് കോടതിയിലെ വാദങ്ങൾ, എന്തൊക്കെയായിരുന്നു? പോത്തുണ്ടിയിലെ അതിദാരുണമായ കൊലപാതകം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വിലയിരുത്തൽ. കാരണം അമ്മയെയും മകനെയും കൊലപ്പെടുത്തുക എന്നത് മാത്രവുമല്ല, ഇയാളൊരു സീരിയൽ കില്ലർ, അതായത് തുടർച്ചയായിട്ട് കൊലപാതകം ചെയ്യുന്നതിനോട് അത്തരത്തിലുള്ള ഒരു വ്യഗ്രതയുള്ള ആളാണ് പ്രതി എന്നാണ് ഇപ്പോഴത്തെ പ്രോസിക്യൂഷൻ്റെ വാദം. അതുകൊണ്ട് അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് അപ്പുറം മറ്റൊന്നും ചെന്താമരയ്ക്ക് കൊടുക്കാൻ കഴിയില്ലാത്ത തരത്തിലേക്ക് ആണ് പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുന്നതും. കാരണം അതിദാരുണമായ കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ചെന്താമരയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും ഒരു വധശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതേസമയം പ്രതിഭാഗത്ത് എന്ന് പറഞ്ഞത് മാനസാന്തരത്തിനുള്ള ഒരു അവസരം നൽകണം. മാത്രവുമല്ല, സാഹചര്യ തെളിവുകൾ മാത്രമാണ്. ഈ കൊലപാതകം നേരിട്ട് ആരും തന്നെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിയില്ല. ഇതെല്ലാം തന്നെ മാധ്യമ സൃഷ്ടി എന്ന തരത്തിലൊക്കെയാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു വരുന്നത് ഇതിൽ ഈ പ്രധാനപ്പെട്ട സാക്ഷികളായ 4 പേരാണ് ഇതിൽ നിന്ന് കൂറുമാറിയിട്ടുള്ളത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്തേക്ക് ചെന്താമര എത്തുന്നതും ചെന്താമര ഈ കൃത്യം നിർവഹിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതുമൊക്കെ കണ്ട 4 പേരുണ്ടായിരുന്നു. അത് ചെന്താമരയുടെ ബന്ധുക്കളായിരുന്നു. പക്ഷേ അവർ ഈ വിസ്താര സമയത്ത് കൂറുമാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആണ് ഈ പ്രോസിക്യൂഷനെതിരെ പ്രതിഭാഗം നിരത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കൊലപാതകം ചെന്താമര നടത്തിയിട്ടില്ല എന്ന തരത്തിലേക്ക് പറഞ്ഞു സമർത്ഥിക്കാനുള്ളൊരു നീക്കം പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ഈ 2 പേരുടെയും വാദം ഇന്ന് കേട്ടു. നാളെ ഇത് ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. അതിദാരുണമായ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നത്. കാരണം ആദ്യം ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സുധാകരൻ്റെ ഭാര്യയാണ് 2019 കൊല ചെയ്യുന്നതിന് ശേഷം ആണ് 2025 ഈ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. ഇനിയും ഈ കുടുംബത്തിൽ ശേഷിക്കുന്നവരെയും കൊലപ്പെടുത്തുന്നതിന് പ്രാപ്തമായ തരത്തിലുള്ളൊരു മനസ്സ് ഈ പ്രതിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നതും. കാരണം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകദേശം 130-ലധികം രേഖകളും ഒപ്പം തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കൊല നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങൾ, രക്തക്കറ പുരണ്ട തുണികൾ ഉൾപ്പെടെയുള്ളവ ഫോറൻസിക് പരിശോധന നടത്തിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും അത് സംബന്ധിച്ച് വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ചെന്താമരയ്ക്ക് നേരത്തെ നടത്തിയ കൊലപാതകത്തെ, അതായത് സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ആൾ തന്നെയാണ്. അതാണ് പ്രോസിക്യൂഷന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു നിർണായകമായ ഒരു സഹായം. അതുകൊണ്ടാണ് ഈ ചെന്താമര എന്ന് പറയുന്ന ആൾ ഒരു സീരിയൽ കില്ലർ, അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രതയുള്ള ഒരാൾ എന്ന തരത്തിലേക്കാണ് ഈ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വധശിക്ഷയ്ക്ക് അപ്പുറം മറ്റൊന്നും നൽകരുത് എന്ന് കോടതിയോട് പ്രോസിക്യൂഷൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ 2 ഭാഗത്തെയും വാദം ഇന്ന് കോടതി കേട്ട് കഴിഞ്ഞിരിക്കുന്നു. നാളെ എന്തായാലും കോടതി വിധി പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയിൽ ചെന്താമരയെ ഹാജരാക്കണം എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു ഈ ചെന്താമര നടത്തിയത്. കാരണം പ്രതി കൊലപാതകം നടത്തിയതിന് ശേഷം ഒളിവിൽ പോവുകയും മാത്രവുമല്ല, ഈ ഒളിവിൽ പോയതിന് ശേഷം പോലീസ് പിടികൂടിയപ്പോൾ ഈ കൊലപാതകം താൻ തന്നെയാണ് നടത്തിയതെന്ന് ഒരു തടസ്സവുമില്ലാതെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയുകയും അതിനെല്ലാം ഉപരിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിക്ക് മുന്നിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോഴേക്കും പ്രതി തന്നെ പറഞ്ഞ കാരണങ്ങളുണ്ട്. കാരണം താൻ ഒരു ഗാന്ധിജി അല്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. മാത്രവുമല്ല, ഒരു കാരണ
കർണത്ത് അടിക്കുമ്പോൾ മറ്റേ കർണം കൂടി കാണിക്കുന്നതിന് താൻ ഗാന്ധിജിയല്ല എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ കുറ്റങ്ങൾ അല്ലെങ്കിൽ കൊലപാതകം ചെയ്തത് താൻ തന്നെയാണ്, വേണ്ടി വന്നാൽ ഇനിയും ആവർത്തിക്കുമെന്ന തരത്തിൽ തന്നെ കോടതിക്ക് മുന്നിൽ ഈ ചെന്താമര വിളിച്ചു പറയുകയുണ്ടായി. ഒപ്പം അതൊരു വെല്ലുവിളിയുടെ സ്വരത്തിൽ കൂടി തന്നെയായിരുന്നു ചെന്താമര അന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. ഇതെല്ലാം തന്നെ കോടതിക്ക് കൃത്യമായി മനസ്സിലായതുമാണ്. അതുകൊണ്ടാണ് ഇന്ന് അവസാന വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിയിരുന്നത്. ഒരു പക്ഷേ ഇന്ന് വിധി പറയും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് വിധി പറഞ്ഞില്ല. പകരം ഇരുവർക്കും പറയാനുള്ള, അതായത് പ്രോസിക്യൂഷനും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് കോടതി സമയം കാണിച്ചു. അതിനെല്ലാം ഉപരിയായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചെന്താമരയെ ഈ വിധി പറയുന്ന സമയത്ത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. ഓൺലൈനായിട്ടായിരിക്കും നാളെ ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കുക. അത്തരത്തിൽ കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്രയും വലിയൊരു ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്തരമൊരു നിർദ്ദേശം കോടതിയും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദാരുണമായ ഒരു കൊലപാതകം. കാരണം ഈ കൊല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ചെന്താമരയെ സംബന്ധിച്ചിടത്തോളം ചെന്താമര വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ഒരു കുടുംബത്തെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതും. മാത്രവുമല്ല ഈ 130ഓളം തന്നെ സാക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അവരെയെല്ലാം തന്നെ വിസ്തരിച്ചെങ്കിൽ തന്നെയും അവസാന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട നിർണായകമായ കാര്യങ്ങൾ നൽകേണ്ട 4 പേർ, അത് ഈ ചെന്താമരയുടെ അടുത്ത ബന്ധുക്കളാണ്. അവരത് കൂറുമാറുകയായിരുന്നു. അല്ലെങ്കിൽ ചെന്താമരയ്ക്ക് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചു. കാരണം ചെന്താമരയെ പോലുള്ള ഒരാൾ ഏത് നിമിഷവും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്താൻ താല്പര്യമുള്ള ഒരാൾ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ചെന്താമരയുടെ ഭാഗത്തു നിന്നും അവർക്കെതിരെയും നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരിക്കും ഒരുപക്ഷെ അവർ കൂറുമാറിയിട്ടുള്ള. എങ്കിൽ തന്നെയും ഈ സാഹചര്യ തെളിവുകളും ഒപ്പം തന്നെ ചെന്താമര പല പ്രാവശ്യം, അതായത് പ്രത്യേക അന്വേഷണ സംഘം ഈ ചെന്താമരയെ കണ്ടെത്തുമ്പോഴും അദ്ദേഹത്തെ അല്ലെങ്കിൽ ചെന്താമരയെ ചോദ്യം ചെയ്യുമ്പോഴും പിന്നീട് കോടതിയിൽ ചെന്താമര പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇയാളൊരു ക്രിമിനൽ ആണ് എന്നുള്ള കാര്യം കോടതിക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്. മാത്രവുമല്ല അതിനെല്ലാം ഉപരിയായി ചെന്താമരയുടെ നീക്കങ്ങൾ അത് കൃത്യമായും കോടതി നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇയാൾ ആദ്യം സജിതയെ കൊല ചെയ്യുന്നു. അത് ചില വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിലാണ്. കാരണം തന്നിൽ നിന്നും തൻ്റെ ഭാര്യ അകന്നു പോകാൻ കാരണക്കാരി ഈ സുധാകരൻ്റെ കുടുംബമാണ്, അതുകൊണ്ടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കലാണ് എന്ന് തന്നെ കോടതിക്ക് മുന്നിൽ ചെന്താമര വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ആദ്യം സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തുന്നു. അതിന് തൊട്ട് പിന്നാലെ ജാമ്യത്തിൽ കേസ് ശിക്ഷിക്കപ്പെടുന്നു. പിന്നീട് റിമാൻഡിൽ കഴിയുന്നു. ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ പോത്തുണ്ടി പ്രദേശത്തേക്ക് ഒരു കാരണവശാലും ചെന്താമര വരരുത് എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ട് ചെന്താമര ഈ പോത്തുണ്ടി പ്രദേശത്ത് വരികയും അവിടെ പല ആവർത്തി സുധാകരനെയും അമ്മയും ഒക്കെ ഭീഷണിപ്പെടുന്ന തരത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് വിവരം പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് കൃത്യമായി ആ സമയത്ത് ഇടപെട്ടിട്ടില്ല എന്നൊരു പരാതി കൂടി ആ കുടുംബത്തിനുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ഈ കൊല നടക്കുന്നു. കൊല നടന്നതിന് ശേഷം ഒളിവിലേക്ക് പോകുന്നു. തിരിച്ച് ചെന്താമര എത്തിയിട്ട് അന്വേഷണ സംഘത്തിൽ ഒരു ജാള്യതയുമില്ലാതെ കൊല നടത്തിയത് താനാണെന്ന് വ്യക്തമായി പറഞ്ഞു. അതൊരു വ്യക്തിവൈരാഗ്യം തീർക്കലാണെന്നും ചെന്താമര അന്ന് പറയുകയുണ്ടായി. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ കോടതി കൂടുതൽ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീണ്ടും വാദം കേൾക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി അവരുടെ വാദഗതികൾ മുന്നോട്ട് വെച്ചു. കാരണം ചെന്താമരയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ മൈൻഡുള്ള, എന്നാൽ കൊല ചെയ്യണം എന്ന ഒരു വ്യഗ്രതയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടി നടക്കുന്ന ഒരാളാണ് ചെന്താമര. അതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് വധ ശിക്ഷയ്ക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും നൽകരുത് എന്നുള്ളൊരാവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം ചെന്താമരയുടെ ഭാഗത്ത് നിന്നും പ്രതിഭാഗത്തു നിന്നും എത്തിയ അഭിഭാഷകൻ പറയുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ചെന്താമരയ്ക്ക് മാനസാന്തരത്തിന് പെടുന്നതിനുള്ളൊരു അവസരം നൽകണം, ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ എന്ന തരത്തിലൊക്കെ പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്തായാലും കോടതി ഇരുപക്ഷത്തെയും വാദം കേട്ടതിന് ശേഷം സ്വാഭാവികമായി ഇന്ന് തന്നെ ശിക്ഷ വിധിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ തന്നെയും അത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ ഓൺലൈനായിട്ട് ചെന്താമരയെ ഹാജരാക്കണമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വധശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവസരം നൽകണം എന്നതാണ് പ്രതിഭാഗം പറയുന്നത്. ഈ പ്രതി ഒരു സ്ഥിരം കുറ്റവാളിയാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് ഇയാൾ ഭീഷണിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ വാദത്തിനിടെ പറയുകയുണ്ടായി. ചെന്താമരയ്ക്ക് ക്രിമിനൽ വാസനയുണ്ട് എന്നും പ്രോസിക്യൂഷൻ പറയുകയുണ്ടായി. പ്രതി സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് എന്നതും പ്രോസിക്യൂഷൻ വാദത്തിനിടെ
നാളെ പറയുകയുണ്ടായി. എന്നാൽ പ്രതിക്ക് ഈ ഒരു കേസിൽ ദൃക്സാക്ഷികളില്ല എന്നും അതോടൊപ്പം തന്നെ പ്രതിക്ക് മാനസാന്തരത്തിന് ഒരു അവസരം നൽകണമെന്നതുമാണ് പ്രതിഭാഗം പ്രധാനമായും ഈ കോടതിയിൽ പറഞ്ഞത്. എന്നിരുന്നാലും ഈ ഒരു കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന സമയത്ത് അടക്കം ഈ സുധാകരനെ മക്കൾ അടക്കം പറഞ്ഞിരുന്നു തങ്ങൾക്ക് ഈ പ്രതി പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യവും ഈ സുധാകരനെ മക്കളും പറയുകയുണ്ടായി. ഏതായാലും ഈ കേസിൽ നാളെ കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. പ്രതിക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നത് തന്നെയാണ് കേരള സമൂഹം ഉറ്റുനോക്കുന്നത്. ഏതായാലും നാളെ ഓൺലൈനായി പ്രതിയെ ഹാജരാക്കണം എന്നതാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.